പ്രൊഫൈലൊക്കെ ചുമ്മാ എടുത്തു. അത് സൂചിച്ചേട്ടൻ വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്ത് കളഞ്ഞ നമ്പറാണ്. അതിന്റെ പ്രൊഫൈൽ എടുത്ത് ഞാൻ നോക്കും, നല്ല രസമുണ്ട് കാണാൻ. എന്നിട്ട് എല്ലാവരും കാണിക്കും സുധിച്ചേട്ടന്റെ നമ്പറാണ്. ഞങ്ങൾ ഭയങ്കര ചാറ്റിംഗ് കൊണ്ടിരിക്കും. എവിടെ ഒരു ചാറ്റിങ്ങും ഇല്ല. ഞാനിന്ന് കോളേജിൽ പഠിച്ചോണ്ട് ഏവിയേഷൻ പഠിച്ചോണ്ട് എല്ലാവരും കാണിക്കും ഇത് സുധിച്ചേട്ടന്റെ നമ്പറാണ്. എന്നിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമിന് ഒരു ഫ്ലൈറ്റിന്റെ ഒരു സ്കിറ്റ് ചെയ്ത് സുധിച്ചേട്ടൻ ചെയ്ത അതേ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ചെയ്ത് സുധിച്ചേട്ടന്റെ വേഷം ചെയ്ത് ആ സമയത്ത് ഈ സുബീഷ് ചേട്ടൻ ശരിക്കുള്ള നമ്പർ തരും. എന്റെ ശല്യം, നിരന്തര ശല്യം കാണും. പിണക്കോ ഇനി ഞാൻ സുബീഷ് ചേട്ടനുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതായത് കൂട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. മര്യാദയ്ക്ക് എനിക്ക് സുബീഷ് ചേട്ടൻ നമ്പർ തന്നോളെന്ന് പറഞ്ഞു ലാസ്റ്റ് പുള്ളി എനിക്ക് തന്നിട്ട് സുബീഷ് ചേട്ടൻ നീ നോക്കുകയല്ലേ ചാടയാന്ന് തോന്നുന്നു ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഹായ് അയച്ചിട്ട് ഒന്നും സുബീഷ് ചേട്ടൻ റിപ്ലൈ തരുന്നില്ല. അപ്പൊ ഓൺലൈനിലുണ്ട്, പക്ഷെ പുള്ളി റിപ്ലൈ തരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇതാരാ മക്കളെ എന്ന് ചോദിച്ചു. അപ്പൊ അതിനു മുന്നേ ഒരു ദിവസം സുബീഷ് ചേട്ടനെ വിളിച്ചപ്പോഴത്തേന് ഞാൻ എന്നോട് സുബീഷ് ചേട്ടൻ ഇങ്ങനെ നിന്റെ ആൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. ഏത് സുബീഷ് ചേട്ടനോ? ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് സുബീഷ് ചേട്ടനെ കൊടുക്കുമോ സുബീഷ് ചേട്ടൻ? അപ്പൊ കൊടുത്ത് ഹലോ. അപ്പൊ സുബീഷ് ചേട്ടൻ ഹലോ ആരാ മക്കളെ? ഞാൻ പറഞ്ഞു സുബീഷ് ചേട്ടന്റെ വലിയ ഫാനാണ്. അന്നും ഓർത്തില്ല സുബീഷ് ചേട്ടന്റെ വൈഫ് ആവുന്നു. ഞാൻ ഹലോ. അപ്പൊ എന്നോട് മക്കളെ എന്തുകൊണ്ട് സുഖമാണോ? ഞാൻ പറഞ്ഞ സുഖം. എവിടെയാ? ഞാൻ പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ഐഡിയയിലെ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്, കോൾ സെന്ററിൽ. അന്നാണ് ഞാൻ വിളിക്കുന്നത്. നമ്മുടെ മച്ചാൻ വർഗീസ് ചേട്ടനില്ലേ മരിച്ചുപോയ, ആളുടെ ചേട്ടന്റെ വീട്ടിലാണ് ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാ. മച്ചാൻ വർഗീസ് ചേട്ടന്റെ മോൻ റോബിച്ചനെ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാ. അവരൊക്കെ അവിടെ വരുമായിരുന്നു, മിണ്ടുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇവരൊക്കെ ആയിട്ട് കൂട്ടായ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ റോബിച്ചന്റെ ഒക്കെ വീട്ടിലാ, അവരുടെ അച്ഛന്റെ ചേട്ടന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ആണോ മക്കളെ? ഓക്കെ, നമുക്ക് ഒരു ദിവസം കാണാം മക്കളെ. ഞാൻ പറഞ്ഞു സുചേട്ടാ നമുക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ സുചേട്ടാ? മക്കൾ മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ നമ്പർ ഞാൻ മേടിക്കുന്നതും കുറെ നാൾ കഴിഞ്ഞ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ സുചേട്ടൻ എൻ്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞ് ഇത് ആരാ മക്കളെ എന്ന് അതാണ് ചോദിക്കുന്നത്. മക്കളെ ഇത് ആരാണ്?